മഴ തോരും മുൻപേ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ ഡോറ് വന്ന് തട്ടുന്നുണ്ട്. അപ്പം അലീന ചെന്ന് ഡോറ് തുറക്കുമ്പോൾ എന്താ വെച്ചാൽ ചോദിക്കുകയാണ്. അതെ, ആ കുളത്തൂപ്പുഴക്കാരൻ പ്ലാന്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് മോളെ അവിടെ ജോലിക്കെടുക്കാൻ സമ്മതമാണെന്നും പറഞ്ഞ് ഇപ്പം എന്നെ അറിയിച്ചു. അച്ഛൻ എന്താ പറയുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഞാനെന്താ പറയാൻ, ഇനി വേണ്ടത് നിൻ്റെ സമ്മതമാണ്. നീ എന്താ പറയുന്നത്, നീ പോകാൻ തയ്യാറാണോ എന്ന് കുറച്ച് വിഷമത്തോടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനല്ലേ അച്ഛനോട് നിർബന്ധിച്ചത് എനിക്കിവിടുന്ന് പോകണമെന്ന്, അപ്പം ഞാൻ പോകാൻ തയ്യാറാണെന്ന് അലീന അറിയിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നത്തേക്ക് നിനക്ക് പോകാൻ പറ്റും, എന്നാൽ എപ്പോഴാണെങ്കിലും മോള് സമയം പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി എത്തിക്കാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അച്ഛനറിയാവോ ആ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് അലീന. എനിക്കറിയാം, ഞാൻ കുറേ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ സ്ഥലമാണ്. നിനക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് എനിക്ക് തോന്നിയ സ്ഥലം അവിടെയാണ്. വേറെ എവിടെ പോയാലും നിനക്ക് അത്ര സുരക്ഷ കിട്ടത്തില്ലെന്ന് അലീനയോട് പറയുന്നു ബാലചന്ദ്രൻ. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. അപ്പം നീ എന്നത്തേക്ക് പോകാൻ റെഡിയാണെന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. നാളെ പോകുന്നുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇല്ലച്ചാ, നാളെ പോകുന്നില്ല. നാളെ എല്ലാവരുടെ എനിക്ക് യാത്ര പറയണം. അതിനുശേഷം മറ്റന്നാൾ ഞാൻ ചെല്ലുമെന്ന് അറിയിച്ചാൽ മതി. ശരി, എന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അയാളെ വിളിച്ച് അറിയിക്കാം എന്നും പറഞ്ഞ് കുറച്ച് വിഷമത്തോടെ ബാലചന്ദ്രൻ പോകുന്നുണ്ട്. അലീനയാണെങ്കിൽ ഡോർ അടയ്ക്കുന്നുണ്ട്. ഡോർ അടച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ കരയുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ ഒരു താല്പര്യമില്ല. പക്ഷേ വൈജയ്ക്ക് കൊടുത്ത വാക്ക്, ആ വാക്ക് ഇനിയും തെറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം അലീന പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും കാര്യം ആലോചിച്ച് ഭയങ്കര സങ്കടത്തോടെ കരയുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് തന്നെ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവേട്ട ഇങ്ങോട്ടൊന്ന് വരാവോ, എന്താ കാര്യം എന്താണെന്ന് മനു തിരക്കുന്നുണ്ട്. എനിക്ക് കൊല്ലപ്പള്ളിയിലേക്കൊന്ന് വരാനാണ്. മനുവേട്ടൻ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ മനുവേട്ടൻ്റെ കൂടെ എനിക്ക് അങ്ങോട്ട് വരാമായിരുന്നു എന്ന് പറയാണ്. എന്താ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. മനുവേട്ടന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അങ്ങനെ മനു വരുന്നുണ്ട്. മനു വന്ന് അലീനയും കൂട്ടി പോവുകയാണ് കൊല്ലപ്പള്ളിയിലേക്ക്. അപ്പം അവിടെ ചെല്ലുമ്പം മനു ഭയങ്കര സങ്കടത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, ഈ വരവിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മനുവേട്ട, ഞാൻ നാളെ തന്നെ നെടുമ്പുരയ്ക്കിൽ നിന്ന് പോവുകയാണ്. അച്ഛൻ കണ്ടെത്തിയ സ്ഥലമാണ് എനിക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് അച്ഛന് തോന്നിയ സ്ഥലം. അവിടേക്ക് തന്നെ ഞാൻ പോകാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് എല്ലായിടത്തും ഒന്ന് യാത്ര പറയണം, അതിനാണ് ഞാൻ വന്നതെന്ന് പറയാണ്. ഓഹോ, പോകുന്നതിന് മുമ്പ് എല്ലായിടത്തും യാത്ര പറയാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് എല്ലായിടത്തും യാത്ര പറയണം. ആദ്യം മാഡത്തിനോട്, പിന്നെ മുത്തശ്ശിയോട്, ഇവിടെ ഉള്ള എല്ലാവരുടെ എനിക്ക് യാത്ര പറയണം. എന്നോട് പറയണ്ടേന്ന് മനു കുറച്ച് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പം വിഷമത്തോടെ മനുവിനെ നോക്കുന്നുണ്ട്. എന്നോടും യാത്ര പറഞ്ഞ് പോകാൻ വന്നതാണോ എന്ന് മനു ചോദിക്കുകയാണ്. മനുവേട്ട, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പോയേ പറ്റൂ. ഞാൻ മാഡത്തിന് വാക്ക് കൊടുത്തതാണ്. ഞാൻ പോയാൽ ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിൽ തീരട്ടെ എന്ന് മനുവിനോട് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും മനുവേട്ടനെ കാണാൻ, അതേപോലെ വിളിക്കാം, സംസാരിക്കാം. ഞാൻ മനുവേട്ടിൽ നിന്ന് എങ്ങും അകന്ന് പോകുന്നില്ല എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം മനു ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പം അലീന ഇങ്ങനെ സങ്കടത്തോടെ മനുവിനെ നോക്കുന്നുണ്ട്. ബാ എന്നും പറഞ്ഞിട്ട് മനു അലീനയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. അപ്പം അകത്ത് വരുന്ന അലീന നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോവുകയാണ്. ഞാൻ മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞു മുത്തശ്ശിയുടെ മുറിയിലേക്ക് അലീന പോവുകയാണ്. മനു അപ്പോഴും സങ്കടത്തോടെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നേരെ മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. ആ മോളെപ്പം വന്ന് എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നതേ ഉള്ളൂ. എന്താ മോളെ വിശേഷം എന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്. മോള് മാത്രമേ വന്നോളൂ, അത് ബബിതയും കൃഷ്ണയും എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. എന്താ മോളെ വിശേഷം എന്ന് വീണ്ടും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി, ഞാൻ നെടുമ്പുരയിലേക്കൊന്ന് പോവുകയാണ്. ഇനി ഞാൻ അവിടെ നിൽക്കുന്നില്ല, നാളെ തന്നെ പോവുകയാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എങ്ങോട്ട് പോവുക മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അച്ഛനൊരു വീട് കണ്ടെത്തിയിട്ടുണ്ട് കുളത്തൂപ്പുഴയിൽ, അങ്ങോട്ടാണ് പോകുന്നത്. അച്ഛൻ കണ്ടെത്തിയത് കൊണ്ട് അത് ഏറ്റവും നല്ല സ്ഥലമായിരിക്കും, അങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന് അലീന പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോക്കിപ്പം പോകേണ്ട കാര്യമുണ്ടോ, മോൾ അവിടെ തന്നെ നിന്നാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, ഞാൻ പോയി കഴിഞ്ഞാൽ മാഡം തിരിച്ചു വരും, പ്രശ്നങ്ങളൊക്കെ തീരുന്നെങ്കിൽ അങ്ങനെ തീരട്ടെ എന്ന് മുത്തശ്ശിയോട് പറയാണ്. അപ്പോൾ മുത്തശ്ശി കുറച്ച് സങ്കടത്തോടെ പറയാണ്, ആ പ്രശ്നങ്ങളൊന്നും അങ്ങനെ തീരത്തില്ല മോള് പോയാലും അവിടെ നിന്നാലും പ്രശ്നമൊന്നും തീരാൻ പോകുന്നില്ല. അങ്ങനെ പറയല്ലേ മുത്തശ്ശി, എനിക്ക് എന്തായാലും പോയേ പറ്റുമെന്ന് അലീന പറയുകയാണ്. അപ്പം മുത്തശ്ശി അലീനയുടെ കൈ പിടിച്ച് പറയുകയാണ്, ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മോളോട് ചെയ്ത തെറ്റിനെല്ലാം ക്ഷമ യോജിക്കാൻ ഈ മുത്തശ്ശിക്ക് പറ്റത്തുള്ളൂ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോള് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ കൈ പിടിച്ച് ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, മുത്തശ്ശി ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല, മുത്തശ്ശി എപ്പോഴും എന്നോട് സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ, പിന്നെ എന്തിനാ മുത്തശ്ശി കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്, ചെയ്ത പാപങ്ങൾക്കെല്ലാം മോള് ക്ഷമിക്കണം, അറിയാതെ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തോടെ മുത്തശ്ശി കരയുന്നുണ്ട്. അപ്പം അലീന മുത്തശ്ശി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം
നേരെ അലീന പോകുന്നത് വൈജയുടെ മുറിയിലേക്കാണ്. വൈജയുടെ മുറിയിൽ ചെന്ന് തട്ടുന്നുണ്ട്. ഡോറിൽ തട്ടുമ്പോൾ വൈജ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്? നാളെ ഞാൻ നെടുമ്പുരയ്ക്ക് ഇത് പോവുക, ആ വിവരം പറയാനാണ് വന്നത്. ഇത് കേൾക്കുമ്പോൾ വൈജിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ പോകും പറയാല്ലാതെ നീ ഇതുവരെ പോയില്ലല്ലോ, നാളെ തന്നെ പോകുമോ എന്ന് വൈജ കളിയാക്കി ചോദിക്കുന്നുണ്ട്. നാളെ തന്നെ പോകും, ഇനി ഒരു മാറ്റവും ഇല്ല. എനിക്ക് വേറൊരിടത്ത് ജോലി റെഡിയായിട്ടുണ്ട്, അങ്ങോട്ടത്തേക്ക് നാളെ തന്നെ ഞാൻ പോകുമെന്ന് അലീന പറയുന്നുണ്ട്. അപ്പം വൈജ ചോദിക്കുകയാണ്, നീയും ബാലചന്ദ്രനും കൂടെ ഒരു കള്ളക്കഥ എന്നോട് പറഞ്ഞായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞു. എന്നിട്ട് നിനക്കൊരു നാണമില്ലേ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? നീ ബാലചന്ദ്രൻ്റെ മകളാണെന്നും പറഞ്ഞ് ഒരു കള്ളത്തരം പറഞ്ഞു എല്ലാവരെയും വായടപ്പിക്കാൻ. അന്നേ ഞാൻ നീ പറയുന്ന കള്ളത്തരാണെന്ന് പറഞ്ഞപ്പം ആരും വിശ്വസിച്ചില്ല. ഇപ്പം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയില്ലേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്ന് അലീനയോട് വായിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം കുറച്ച് സങ്കടത്തോടെ അലീന പറയുന്നുണ്ട്, എന്നെ ഒരിക്കലും ശപിക്കല്ലേ, ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ്, നിന്നോട് ക്ഷമിക്കാനോ? ഈ ജന്മം ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ല. നീ ഈ ഭൂമിയിൽ നിന്ന് എന്നോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ഈ ഭൂമിയിൽ നിന്ന് എന്നെ അനുഭവിച്ചിട്ട് നീ പോകത്തോളം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്തൊക്കെയാണ് മാഡം ഈ പറയുന്നത്? അതെ, നീ എന്നോട് എന്തൊക്കെ ദ്രോഹം കാണിച്ചോ അതിനെല്ലാം ഈ ഭൂമി കടന്ന് തന്നെ നീ കഷ്ടപ്പെടും എന്ന് അലീനയോട് വൈജ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ മാഡം അങ്ങനെയാണോ? ഒരു 23 വർഷത്തിന് മുമ്പ് ഒരു ജീവിതം ജീവിച്ചായിരുന്നു, ആ കാര്യം മാഡം മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വൈജ അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. അന്നത്തെ ജീവിതം മാഡം മറന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഒന്നും മിണ്ടാതെ വൈജ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അന്ന് ആണൊരുത്തിൻ്റെ കൂടെ മാഡം ആഗ്രയിൽ ജീവിച്ചായിരുന്നു, ആ കഥ മറന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജ ഒന്നും മിണ്ടാതെ ഞെട്ടലോടെ അലീനയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്, മാഡം എൻ്റെ അമ്മയായിരുന്നു. മാഡത്തെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എൻ്റെ അമ്മയെ കാണാൻ. പക്ഷെ ഇവിടെ വന്നപ്പം ഞാൻ വിചാരിച്ചത് പോലൊന്നും അല്ല നടന്നത്, വേറെ എന്തൊക്കെയോ നടന്നത്. ഞാൻ എൻ്റെ അമ്മയെ കണ്ട് ഇനി ഞാൻ തിരിച്ചു പോവുക, അതോടെ മാഡത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് ഭയങ്കര സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലീന പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വാർത്ത വൈജയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല, അത്ര ഇങ്ങനെ ഷോക്കിൽ നിൽക്കുകയാണ്. ഞാൻ പോവുക, ഇനി ഒരിക്കലും മാഡത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ വരത്തില്ല എന്നും പറഞ്ഞ് സങ്കടത്തോടെ അലീന കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അലീനയുടെ ഈ തുറന്ന് പറച്ചിൽ വൈജയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല.